ശക്തികളെല്ലാം പോകും. പിന്നെ അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങണം. അങ്ങോട്ട് പ്രാർത്ഥന വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആനന്ദം. ഞാനും ദൈവം തമ്മിൽ ഇരിക്കുന്ന സ്ഥലം, അവിടെ ദൈവം നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഇടം, ദൈവ സാന്നിധ്യത്തിന്റെ ഇടം, ദൂതന്മാരുടെ നടുവിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ കുളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവം അന്നത്തെ ദിവസം എത്ര ശ്രേഷ്ഠം. പ്രാർത്ഥിക്കുന്ന വൈദ്യുതി തകർക്കാൻ കഴിയത്തില്ല. എത്ര ഇരുട്ടിന്റെ വ്യാപാരം വന്നാലും ഇതിനെ തച്ചുടക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴമായ തിരുവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ കേട്ട വചനം കളയൽ, ഇനി കേൾക്കുന്നതും കളയരുത്. ദൈവത്തിന്റെ സ്വത്രം വായിച്ചേ. അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് ക്ലൗദിയൂസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കിലോസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകുകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു, വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. കൂടാരപ്പണി പൗലോസ് ആദ്യം ചെയ്ത പണി എന്തെന്നാ? കൂടാരപ്പണി. മൂന്ന് ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് വരെ അപ്പോസ്തലൻ വേല ചെയ്താണ് ജീവിച്ചതും അനേകർക്ക് സഹായിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം. അതിനുശേഷം കർത്താവ് ഫുള്ള് വിളിച്ചപ്പോൾ ബാക്കി കർത്താവ് എപ്പോഴാണ് ആ മനുഷ്യരെ ഫുള്ളായിട്ട് വിളിച്ചത്, അപ്പൊ ഫുള്ളായിട്ട് കർത്താവ് തന്നെ പലരിലൂടെ ചെയ്തു. അതുവരെ കൂടാരപ്പണി ചെയ്തു. അടുത്ത വായിച്ചേക്കാം. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് കേട്ടോ, പള്ളിയിൽ ചെന്ന് സമ്പാദിക്കും. വചനം പ്രസംഗം, സത്യവചനം വിളിച്ച് പറയും. കേട്ടോ, സത്യവചനം കേട്ടാലും കേൾക്കാച്ചാലും. ഞാൻ ഇന്നലെ ഞാൻ നാലെന്നൊക്കെ ചിന്തിച്ച ഒറ്റ വരിയാണ് ദൈവത്തിന്റെ സ്വന്തം. ഒരേ വരി. എന്ത് വരി എന്നറിയാമോ? ഇന്ന് ഈ സത്യവചനം പറഞ്ഞ് കർത്താവിനെ കണ്ടുമുട്ടി എത്ര ഭാഗ്യപരമായിട്ടുള്ള ജീവിതം എന്നറിയാമോ? യേശുവിനെ കണ്ടുമുട്ടിയുള്ള ജീവിതം. ആരെ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു പേടിയില്ല. ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ ആരൊക്കെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. കാരണം എന്താ? ഈ വചനത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ആരോട് യേശുണ്ട്. ബാക്കി എല്ലാ കാര്യവും ആര് നോക്കും? യേശു നോക്കും. ഇന്ന് കർത്താവ് വന്നാലും നമ്മൾ എവിടെ പോകും? യേശുവിന്റെ അടുത്ത് പോകും. ഇന്ന് അനേകർക്ക് ഈ ഉപദേശം ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അനേകർ എന്ത് ചെയ്തില്ല? മുട്ടുമടക്കത്തില്ല. അനേകർക്ക് ദൈവത്തെ കുഞ്ഞായിരിക്കുമ്പോഴേ മക്കൾക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ 20 വയസ്സുള്ള മോൻ ചെന്ന് ചോദിച്ചു, അമ്മ ഞാൻ ഏത് പള്ളിയിൽ പോകണം? അപ്പൊ അമ്മ ചോദിച്ചു, മക്കളെ നീ ഉരുപ്പടി ഇട്ട് കല്യാണം കഴിക്കുമോ ഉരുപ്പടി ഇടാതെ കല്യാണം കഴിക്കുമോ? സ്വത്രം ഞാൻ പോകുന്ന പള്ളിയിൽ നീ വന്ന ആഭരണം ഇടാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നീ എന്ത് ചെയ്യും? CSI തന്നെ പോകും. അതുകൊണ്ട് നിനക്ക് ആഭരണം ഇട്ട് ഇപ്പൊ മുഴുവൻ കുട്ടിക്കാ പള്ളിയിൽ പോകില്ല. കല്യാണം കഴിച്ചല്ല, കല്യാണം നടന്നില്ല, മുട്ടുകുട്ടിയായിരിക്കുകയാണ്. കാരണം എന്താ? അമ്മയ്ക്ക് കൊടുക്കേണ്ട ഉപദേശം അതായിരുന്നു. നമ്മളിതാണ് കൊടുക്കേണ്ട ഉപദേശം അല്ല. യേശുവിനെ അങ്ങോട്ട് വിട്ടു കൊടുത്താൽ, യേശുവിനെ കൊടുത്താൽ ഞാൻ പറഞ്ഞു, എത്രയോ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ നിറഞ്ഞ ആഭരണ മക്കൾ എത്രയോ പേരുണ്ട്. അവർ ആഭരണ ക്രമത്തിലല്ല ജീവിക്കുന്നത്. ചില സാഹചര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നതായിരിക്കും. ദൈവത്തിൽ എത്രയോ മക്കൾ വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പോകുന്ന പള്ളിയിലെ മോനെ കൊണ്ടുപോകുന്നത് സ്വത്രം. എന്നാൽ അവന് ആ ഒരു സമയം ആകുമ്പോഴല്ലേ, കല്യാണ സമയം ആകുമ്പോഴല്ലേ അത് കർത്താവിന്റെ ഹിതം പോലെ നടത്തുവാറുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഇന്ന് അനേക കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് യേശുവിനെ കൊടുക്കാൻ പറ്റും. നാളെ അത് വലുതായ പിന്നെ അവർ നമ്മൾ പറയുന്നത് അംഗീകരിക്കത്തില്ല, അവരടുത്ത് വരികയില്ല. ഇന്ന് നമ്മൾ അരികത്തിരിക്കുമ്പോൾ മക്കൾക്ക് യേശുവിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ അരികത്തിരിക്കുന്ന യേശുവിന്റെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യും. അവർ വിട്ടുമാറത്തില്ല. 4 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ ഇതുമായിട്ട് ഒരു ടച്ചും കാണത്തില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് ഈ ലോകപരമായിട്ടുള്ള എല്ലാത്തിലും അവർ ഇഷ്ടപ്പെടും. ദൈവത്തിന്റെ വചനത്തിലില്ലാത്ത എല്ലാത്തിലേക്ക് അവരെ ശ്രദ്ധ പോകും. ദൈവത്തിന്റെ സ്വന്തം കൊട്ടിലും പാട്ടിലും ആട്ടത്തിലും സ്വന്തം ഒരുക്കത്തിലും സ്റ്റേജ് പ്രോഗ്രാമിലും ഇതിലെല്ലാം കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ പോകും. അവരെ ആകർഷണമില്ല ഈ ലോകത്തോടുള്ള ആകർഷണം. ഒന്ന് നോക്കി, മൊബൈലിൽ നമ്മൾ എടുത്താൽ ഒരു ദൈവത്തിന്റെ യഥാർത്ഥ ഒരുപാട് പ്രസംഗങ്ങൾ മൊബൈലുണ്ട്. എന്നാൽ ഇതിനകത്ത് യഥാർത്ഥ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്നത് ചുരുക്കമായിരിക്കും. അല്ലാതെ ഒരുപാട് മെസ്സേജ് പള്ളികളിലുള്ള ഒരുപാട് ശുശ്രൂഷകളില്ല. ഓൺലൈൻ മീറ്റിങ്ങുകൾ ഒരുപാട് ആരാധനയുണ്ട്. പക്ഷെ സത്യവചനം ശുശ്രൂഷിക്കുന്ന ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചുരുക്കം ചിലരെ കയറുള്ളൂ. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന രുചി അതിനകത്ത് കിട്ടാത്തത് കൊണ്ട് സ്വന്തം അതിനകത്ത് കത്തിക്കുന്ന അല്ലെങ്കിൽ കുറവുകൾ ഉണർത്തുന്ന പാവങ്ങളെ ഉണർത്തുന്ന വചനം കിട്ടുമ്പോൾ അവർക്ക് ചില അതിൽ ഒരു താല്പര്യം തോന്നാറില്ല. ദൈവത്തിന്റെ സ്വന്തം. എന്നാൽ സ്വന്തം ആ സമയം അതിനെ പെട്ടെന്ന് മാറ്റി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജഡത്തെ പ്രസാദിപ്പിക്കുന്ന, സന്തോഷം തോന്നുന്ന, ഉറക്കം വരാത്ത, പോട്ട് വരാത്ത, ചിരി വരുന്ന, ആനന്ദം വരുന്ന
കാര്യങ്ങൾ മൊബൈലിലൂടെയും TV-യിലൂടെയും ജനം കാണും. കാരണം എന്താ, അതുപോലെയാണ് ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്നതും ലോകപരമായ ഇമ്പം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ലോകപരമായിട്ട് എന്തൊക്കെ ഇമ്പങ്ങൾ പള്ളികൾ വഴി കിട്ടുമോ അതിലെല്ലാം കുഞ്ഞുങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. എന്തുകൊണ്ടാ? സ്തോത്രം, അവർക്ക് ഒരു ആനന്ദമാണ്. പക്ഷെ ഈ ആനന്ദത്തിന്റെ ഓണറാകുന്ന യേശുവിനെ അകത്ത് വന്ന് ആ ദൈവവചനത്തിലൂടെ ഉള്ള ലഭിക്കുന്ന ഒരു ആനന്ദം പ്രാപിച്ചില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആനന്ദങ്ങളെല്ലാം ഒരു ദിവസം ഈ പൈതങ്ങൾ ദൈവമില്ലാത്ത ആളാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടുന്ന അവസരം യേശുവിനെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോസ്തലൻ പ്രസംഗിച്ചു, പാടി, പ്രാർത്ഥിച്ചു, കൂടാര പണി നടത്തി അങ്ങനെ ജീവിച്ചു. എന്നാലും ശബത്ത് ദിവസം ഒന്നും വിടുമില്ല. പള്ളിയിൽ അങ്ങോട്ട് ചൊല്ലും, പ്രസംഗിക്കാൻ തുടങ്ങും. സത്യവചനം അടി കിട്ടിയാലും പ്രസംഗിക്കും, ഇടി കിട്ടിയാലും പ്രസംഗിക്കും. വിഗ്രഹ ആരാധനയെ കുറിച്ച് ഉള്ളത് വിളിച്ച് പറയും. വിഗ്രഹം ഇരിക്കുന്നിടത്തൊക്കെ അപ്പോസ്തലൻ അങ്ങോട്ട് നടന്നു പോകും. നടന്ന് എന്നിട്ട് ചോദിക്കും, അവിടെ നോക്കിയേ, നിങ്ങൾ വായിച്ചു നോക്കി 17-ാം അധ്യായം എടുത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ 17-ാം അധ്യായം നോക്കി. 17-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. 17-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 22 മുതൽ വായിക്കുക. 22 മുതൽ പൗലോസ് അരയോഗമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഭയങ്കര ഭക്തന്മാരാണ്, ഒരുപാട് ഭയങ്കര ഭക്തിയുണ്ട്. പക്ഷെ യഥാർത്ഥ ഭക്തിയല്ല, ദൈവത്തിലുള്ള ഭക്തിയല്ല. അവർ ദൈവമാണ് ആരാധിക്കുന്ന സത്യദൈവമല്ല. ആ ഭക്തിയുണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ ഭക്തി സത്യ ദൈവത്തിന്റെ മുമ്പിൽ അല്ലെന്നേ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. എല്ലാത്തിനും അതിഭക്തന്മാരാണ്. അടുത്ത് ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ, മുമ്പ് ഇവിടെ കുറച്ച് ദിവസം മുൻപൊക്കെ ഒരു ഞാൻ പറഞ്ഞു, മുഖത്തോലി സിസ്റ്റർ, നിങ്ങൾ അവിടെ ഇവിടെ പോയി ചരടിട്ടൊക്കെ ഒക്കെ നിർത്തി, അവിടെ ഇവിടെ പോയി നേർച്ച കാഴ്ചയിട്ടൊക്കെ നിർത്തി, അതിന് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നിർത്തി കുറേ കാഴ്ച കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. നിർത്തി നിങ്ങൾ യഥാർത്ഥ ദൈവത്തിന് ഒരു സ്നാനപ്പെട്ട യേശുവിനായി ജീവിക്കുന്നുള്ളത് പിറ്റേ ആഴ്ച കൊണ്ട് കാണില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ അല്ലേ പഠിച്ചല്ല? സിസ്റ്റർ പഠിച്ചല്ല, കുറെ ആഴ്ച കൊണ്ട് അവരിയ്ക്കുകയാണ്. പക്ഷെ സത്യം അറിയണോ വേണ്ടി? കാരണം സിസ്റ്ററെ, നിങ്ങൾ പ്രസംഗിച്ചോണ്ട് എന്നെ കൊണ്ട് എനിക്ക് അവിടെ വെളിയിൽ കൊടുത്തേ. അവർ പിന്നീട് കൂടെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്, എല്ലാം വിളിച്ചിട്ട് ഇല്ല. ദൈവത്തിന് ഒരുപാട് ആഴ്ച. കാരണം എന്താ, അവർ യഥാർത്ഥം അല്ലാത്ത കാര്യങ്ങൾ നമ്മളിവിടെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് എന്ത് തോന്നും? ബുദ്ധിമുട്ട് തോന്നും. അപ്പോസ്തലൻ യഥാർത്ഥം മാത്രമേ പറഞ്ഞുള്ളൂ. ആർക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിൽ ഇനി ഇവരിവിടെ വന്നിട്ട് കുറെ ആഴ്ച വന്നിട്ട് ഈ സത്യം അറിയാതെ ഇവർ നഷ്ടപ്പെട്ട് നരകത്തിൽ പോയാൽ ഇവരെ രക്തത്തിന്റെ മേലെ ആര് കൊടുക്കണം? നിങ്ങൾ പറ, ഞാൻ വചനം എടുത്തു തരാം. എക്സ്കേലിന്റെ പുസ്തകം എടുത്ത്. എന്തുകൊണ്ടാണ് സിസ്റ്റർ നിങ്ങളോടും ഈ പള്ളിയിൽ വരുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെ വെട്ടിത്തുറന്ന് കൺവെൻഷനൊക്കെ കിടന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയ്ക്ക് വചനം സിസ്റ്റർ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതൊക്കെ പലരും ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? സ്തോത്രം, അതിനകത്തുണ്ട്. ദൈവം വായിച്ചേ. 5:2 വായിച്ചേ. അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. നോക്കും ഭ്രമിക്കരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. നീ എന്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക എന്തോ ചെയ്യട്ടെ, നീ വചനം പ്രസ്താവിക്കണം. അടുത്ത 3-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 മുതൽ വായിച്ചേ. മനുഷ്യപുത്ര 3:17. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി. എന്നെ നിങ്ങൾ ആരാക്കി വെച്ചിരിക്കുക? കാവൽക്കാരനാക്കി വെച്ചിരിക്കുക. ഇവിടെ വരുന്ന ജനത്തിന് പതുക്കെ പായപ്പൊടിയൊക്കെ ഇട്ട് അവരെ അനുഗ്രഹം മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അത് വിട്ട് അവരെ അന്ന് രാത്രി കർത്താവ് വന്ന് നഷ്ടപ്പെട്ടു എന്ത് ചെയ്യും? ആരിടക്ക് കൊടുക്കണം? ശാലി സിസ്റ്ററിന്റെ അടുത്ത് ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സോപ്പോത കളി കൊടുത്തെന്ന് ഉള്ളതുപോലെ പറഞ്ഞ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നോക്കണ്ടേ എന്ത് സംഭവിച്ചു നോക്കി അടുത്ത വരി. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. നീ എന്റെ വായിൽ നിന്ന് ആരുടെ വായിൽ നിന്ന് കേൾക്കണം? കാവൽക്കാരി ദൈവത്തിൽ നിന്ന് കേൾക്കണം. കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ആരുടെ നാമത്തിൽ പ്രബോധിപ്പിക്കണം? യേശുവിന്റെ നാമത്തിൽ പ്രബോധിപ്പിക്കണം. അടുത്തത് ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചു. നീ ആ പാപത്തൊക്കെ വിട്ടു തിരിഞ്ഞ് ആ മായപ്പൊടിയെല്ലാം വലിച്ചു തിരിഞ്ഞിട്ട്
മെഴുകുതിരി സാമ്പ്രാണത്തിന് ചരടും നൂലും എല്ലാം വലിച്ചെറിഞ്ഞ് കാണിക്കപ്പെട്ടിൽ പൈസ ഇടുന്ന സ്വഭാവമല്ല വലിച്ചെറിഞ്ഞ് നേർച്ച കാഴ്ചയുടെ പുറകെയൊക്കെ നടക്കാതെ തുട്ട് നാണയം തുട്ട് ഇടുന്നതിന്റെ പുറകെ നടക്കാതെ വെടി നേർച്ച നേരുന്ന പുറകെ നടക്കാതെ നീ ദുർമാർഗം വിട്ടു തിരിഞ്ഞ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടെ നീ വേറെ ആരെ നോക്കണ്ട, കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അടുത്ത വരി പറയുകയോ ചെയ്യാൻ ഞാൻ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. ആ ദുഷ്ടനുണ്ടല്ലോ നിന്റെ മുമ്പിൽ വന്നിരുന്നില്ലേ, ആ വ്യക്തി അയാളുടെ അകൃത്യത്തിൽ മരിക്കും. അടുത്ത വരി അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. മരണം നടക്കുന്ന ആളുടെ രക്തം ആര് ചോദിക്കും? നമ്മള് സത്യവേദന പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും. നിനക്ക് അവിടെ പ്രാർത്ഥന കിട്ടിയത് നീ എന്തോന്ന് പറഞ്ഞിട്ട് വന്നത്? നിന്നെ ഇന്ന് അനുഗ്രഹിക്കും, നാളെ അനുഗ്രഹിക്കും, മറ്റൊന്ന് അനുഗ്രഹിക്കും മാത്രമല്ലേ പറഞ്ഞത്? നീ പറഞ്ഞില്ലെങ്കിൽ അവർ അനുഗ്രഹിക്കും. നീ അത് കിട്ടും ഇത് കിട്ടുമെന്ന് തന്നെ പറഞ്ഞിട്ട് വന്നത്. നീ പറഞ്ഞോ ഇന്ന് ഇവിടെ മരിച്ച നരകത്തിൽ പോകുന്ന കാര്യം നീ പറഞ്ഞോ? നീ രക്ഷിക്കപ്പെടാൻ പറഞ്ഞോ? എന്നില്ല ചെന്നത് പോലെ ഇല്ലെങ്കിൽ ആ രക്തം ആരോട് ചോദിക്കും? നമ്മളോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടു ആ സിദ്ധനോട് മാത്രമല്ലേ? ഇല്ല, നിങ്ങളോട് ചോദിക്കും. ആരുടെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോടും രക്ഷപ്പെടുന്നല്ലേ പറഞ്ഞപ്പോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ആ സിദ്ധനോട് മാത്രം ചോദിക്കുക, അതുകൊണ്ട് എല്ലാവരും രക്തം അവിടെ ഇരിക്കട്ടെന്ന്. ഇല്ല, വായിച്ചെടുത്ത വരി. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും നോക്ക്, ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ദുഷ്ടതയും വിടുന്നില്ല, ദുർമാർഗവും വിടുന്നില്ല. അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. ആരകൃത്യത്തിൽ മരിക്കും? അയാൾ ചെയ്ത അകൃത്യത്തിലൊക്കെ മരിക്കും. അടുത്ത് നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ മുകളിലത്തെ ഭാഗം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ പ്രാണനാണ് തള്ളി. ചുമ്മാ കിടന്ന് ഓടി അധ്വാനിച്ച് ചുമ്മാ എന്തൊക്കെയോ കുറെയൊക്കെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചു? ഒറ്റ എണ്ണത്തിന് അപ്പോൾ അവർക്ക് ഭയങ്കര ആനന്ദമായത് മാർക്ക് കിട്ടും. ഓ ഇന്ന് സിദ്ധ പറഞ്ഞ എല്ലാം എനിക്കായിരുന്നു. എന്നിട്ട് എന്തായി? അത് ഏറ്റെടുത്ത് ശരി എനിക്കായിരുന്നു. അതിന്റെ ജീവിതത്തിനകത്ത് വന്നെന്ന് പറഞ്ഞു. ഓ ആള് മാറിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്റെ ഹൃദയം ആനന്ദം തോന്നുന്നു. ഞാൻ അല്ല പ്രസംഗം കൊള്ളായിരുന്നു, ഞാൻ ഒരു അനുഭവം തോന്നുന്നു ഒന്നും തോന്നുന്നു. ഓ എന്നോടായിരുന്നു സിസ്റ്റർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ജീവിതത്തിനകത്ത് ആ ഉണർത്തി എനിക്ക് അവിടെ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം അത് അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നു. അതൊരു വല്ലാത്ത ആനന്ദം. അത് കർത്താവ് തരുന്ന ഒരു ആനന്ദം, ഒരു സമാധാനം. ദൈവം ആ വ്യക്തി സ്വർഗത്തിൽ എത്തുമല്ലോ എന്നുള്ളൊരു അർത്ഥം. അത് വല്ലാത്തൊരാനന്ദം. അല്ലാതെ വേറെ എന്ത് കേട്ടാലും ഇനി ഒരു കോടി കൊണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ചാൽ ഇനി ഒന്നും തോന്നില്ല. ദൈവത്തിന് സ്വന്തം. ഞാൻ പറഞ്ഞു ഒന്ന് വായിച്ച വരി, ആ വരി അകത്തിറങ്ങട്ടെ, സമയമാകുന്നു. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ല. എല്ലാം പറഞ്ഞു. മക്കളെ രക്ഷ വേണം, മാനസാന്തരം വേണം, സ്നാനം വേണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിന്റെ തലമുറകളെ ദൈവത്തിനായിട്ട് കൊടുക്കണം. അവരെ മുട്ടുമടക്കി ഇരുത്തണം. അവരെ കുറിച്ച് നീ പിന്നത്തേത് കരയേണ്ടി വരില്ല. അവർ ദൈവത്തിന് കൊടുക്കുക എന്നെല്ലാം പറഞ്ഞ് വചനം കേട്ട് നീ പ്രാർത്ഥിക്കുന്നു. നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ വിടുതലുകൾ വീട്ടിനകത്ത് വരും. ഇതെല്ലാം വചനവും കേട്ട് മുട്ടുമടക്കി സത്യവചനം കേട്ട് രക്ഷയും സ്നാനവും അഭിഷേകവും പ്രാപിച്ച് മുന്നോട്ട് വേണ്ട സ്ഥാനത്ത് മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഈ സ്വത്രം അവരവരെ രക്തത്തിന്റെ വില അവരവരെ നോക്കിക്കൊള്ളില്ല. പ്രസംഗിച്ച ആൾ ഇതൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്രസംഗിച്ച ആളിനോട് ആര് ചോദിക്കും? ദൈവം ചോദിക്കും. വായിച്ചു. അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അയാളുടെ അകൃത്യത്തിൽ എത്ര വചനം കേട്ടിട്ട് അയാൾ അംഗീകരിച്ചില്ല, അകൃത്യത്തിൽ മരിക്കും. അടുത്ത വരും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കും. പക്ഷെ പ്രസംഗിച്ച ആൾ പറഞ്ഞു കൊടുത്ത ആൾ എന്ത് ചെയ്യും? എത്ര പ്രാണൻ രക്ഷിച്ചു? നമ്മൾ എത്ര പ്രാണൻ രക്ഷിച്ചു? അയ്യോ എനിക്ക് പറയാൻ ഒരു പേടി. അങ്ങനെയാണോ? പേടിച്ചിരിക്കുന്നവരുടെ കർത്താവ് നിന്റെ നീ പ്രാണൻ രക്ഷിച്ചില്ലല്ലോ, അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ എവിടെ കൊണ്ടുവയ്ക്കും കണക്ക്? നീ പേടിക്കണം, നീ ധൈര്യമായിട്ട് പറയണം. പറയേണ്ടതാണ് വേണ്ട. ബാക്കി ചെയ്യുന്നത് ചെയ്യാത്തത് അവരെ ഇഷ്ടം. പറയുക, കേൾക്കുന്നത് പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നുണ്ടല്ലോ അറിഞ്ഞു. ഇനി തീരുമാനിക്കുന്നതല്ല ആരെ? അവരൊരാളോട് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല. ഞാൻ പറയേണ്ടത് തീരും പറഞ്ഞു. അടുത്തവർ വായിച്ചു. അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുൻപിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായകൊണ്ട് അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ എങ്ങനെ മരിക്കും? പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ചുമ്മയാണ് അത്. നമ്മൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് സുവിശേഷം കൊടുക്കണം. അവർ അംഗീകരിക്കാതിരിക്കും. യേശുവിനെ കൊടുക്കണം. നീ രക്ഷപ്പെട്ട കർത്താവിനെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഒരാൾ മരിച്ചു. ഇതാണ് നേരെ റൂട്ട്, ഇതാണ് റൂട്ട്. ഈ സത്യ റൂട്ടിലൂടെ നിന്റെ വീട്ടുകാരെ ബന്ധുക്കളെല്ലാം എതിർക്കുക. നീ പേടിക്കല്ലേ? നീ തിരിഞ്ഞു പിരിഞ്ഞു നോക്കില്ല. സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കുന്നതാണ്. 5 ദിവസം കഴിയുമ്പോൾ അവരെല്ലാം തിരിഞ്ഞ് നിങ്ങളുടെ കൂടെ. നമ്മൾ അവരെ പക്ഷം തിരിയില്ല, അവർ നിങ്ങളുടെ പക്ഷം
നമ്മൾ അവരെ പക്ഷെ തിരിയോ? ഇല്ല. 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉറച്ചു നിന്ന് കർത്താവിന്റെ കൃപയിലാണ് ആരാധിക്കുന്നതെങ്കിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം, നമ്മൾ അവരെ പക്ഷെ തിരിയാവുന്നതില്ല. അവർ ഒരു ദിവസം നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് നമ്മൾ ആരാധിക്കും ദൈവത്തെ, അവരെ ഒന്ന് ആരാധിക്കും. നമ്മൾ നിലനിന്നാലേ അവരെന്ത് ചെയ്യുള്ളൂ? നമ്മുടെ കൂട്ടത്തിൽ വന്ന് അവരെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവവചനം സ്തോത്രം തള്ളിക്കളയല്ലേ, അത് ഉപേക്ഷിക്കല്ലേ. കൊടുക്കേണ്ടവർക്ക് പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞ് കൊടുത്തേ തീരൂ. ഇല്ല എങ്കിൽ ഈ വചനം നമ്മളോട് എന്ത് ചെയ്യും? നമ്മളടുത്ത് ഒന്ന് ചോദിക്കും. അതുകൊണ്ട് സ്തോത്രം, നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പറയേണ്ട വചനം പറയണം. ചിലർ അകന്നു പോകും. പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞു നോക്കിയേ? 17-ാം അധ്യായം വായിച്ച് ടക്കനെ വായിച്ച്. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഇത് പറയാൻ എത്രവർക്ക് പറ്റും? ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കിച്ചത് പറയാൻ, നിങ്ങൾ ഈ മണ്ണിനെല്ലാം വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല, ഇതൊന്നും ദൈവമല്ല, അജ്ഞാനം. എത്ര വാളായിരിക്കും അപ്പുറത്ത് ഊരുന്നവര്. എന്റെ ദൈവത്തിന് പറയുന്നുണ്ടോ ഇവിടെ? ഞാൻ എത്ര വർഷം കൊണ്ട് ആരാധിക്കുന്നതിന് ദൈവത്തെ ഇളകി മറിഞ്ഞ്. പക്ഷെ പൗലോസിന് പേടിയില്ല. കൊല്ലണ ഞാൻ കൊല്ലട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സത്യം അങ്ങനെ പറയുന്ന ഒരാളുടെ തന്റെ ഇടം. ഇത് ദൈവം കൊടുത്താലേ ഉള്ളത്. ഒന്ന് വായിച്ച വരി, ആ വരി അകത്തവണ അപ്പോസ്തലരുടെ പുസ്തകം. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ, ഞാൻ നോക്കി ഇതിന്റെ പ്രാർത്ഥന പൂജ, നിങ്ങൾ ഭക്തന്മാരാണ്, പക്ഷെ നോക്കി അജ്ഞാത ദേവനെ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ. ഇതിനകത്തൊരു ഭയങ്കര ചരിത്രമുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം പ്രസംഗിക്കാം, ഇന്ന് പ്രസംഗിക്കുന്നതിന്റെ സമയമില്ല. തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, ലോകവും അതിലൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യും. ഈ കൈപ്പണി ഇരിക്കുന്നില്ലേ, ഇവിടെ ഒന്നും ദൈവം ഇല്ലടാ. കൂടാതെ പറഞ്ഞു കൊടുത്ത് ഈ വിഗ്രഹം ഒന്നല്ല, ദൈവമല്ലെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കാരണം പേടിയില്ല, കൊന്നാലും കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തിൽ പോകുന്നതാണ് അപ്പോസ്തലൻ. കൊല്ലട്ടെ, കുഴപ്പമില്ല, കർത്താവിനായിട്ടല്ലേ എന്നുള്ള ഒരു ഉറപ്പ് ആർക്കുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിയാണ് പറയുന്നത് അറിയാമോ? എല്ലാം നമ്മൾ മാക്സിമം നോക്കി കണ്ട് എന്ത് ചെയ്യുള്ളൂ പറയൂ. അടുത്ത വഴി വായിച്ചേ. താൻ എല്ലാവർക്കും ജീവൻ ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന നല്ല ദൈവമൊന്നും ഇവിടെ നീ തൂക്കിയെടുക്കുന്ന നല്ല ദൈവം അപ്പോസ്തലൻ ചെന്ന് പറഞ്ഞു. നീ ഒരുക്കുന്നല്ല, നീ സാധനം കൊടുത്തു കൊടുക്കുന്നതൊന്നും അല്ല ദൈവം. പിന്നെ നമ്മളെ ചുമക്കുന്നതാണ് ദൈവം. ഒന്ന് അവിടെ ചെന്ന് ഇത്രയും ജനത്തിന്റെ മുമ്പിൽ അവരെല്ലാം എങ്ങനെ ആയിരിക്കും പ്രതികരിച്ച് നോക്ക്. എത്ര മാസങ്ങൾ അവര് കുറിയും ഇട്ട് പൂണൂലും ഇട്ട് ജപിച്ച് രാവും പകലും അവര് സ്വത്രം നൊയമ്പ് നോക്കി ജപിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്ന് പറഞ്ഞ് അവർ വിടുവോ? സ്വത്രം അപ്പോസ്തലനെ കൊല്ലണേ ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശുവിനാണ്. അവിടെ ചെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതുപോലെ ദൈവവചനം അനേകരും പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാനും നിങ്ങളെന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളും ഓരോ വർഷം നിൽക്കുമായിരുന്നു, നമ്മളും അതിനകത്ത് തന്നെ നിൽക്കുമായിരുന്നു. അടുത്ത വരി വായിച്ചേ. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ആർക്കും ഇതിനകത്തിരിക്കുന്ന ഒരുത്തർക്കും ആരകന്നവനല്ല, ദൈവം അകന്നവനല്ല. അടുത്ത് നിൽക്കുകയാണ്, കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നു. കർത്താവ് കൂടെ ഉണ്ട്. അടുത്ത വരി. അവനിലല്ലോ നാം ജീവിക്കുകയും. കണ്ടോ, നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്ന ആരാണ്? കർത്താവ്. കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മനുഷ്യന്റെ ഒരു ശുശ്രൂഷ ആർക്ക് വേണ്ട, ദൈവത്തിന് വേണ്ട. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്നത്, ജീവിക്കുന്നത്, ചരിക്കുന്ന ആരുടെ? അന്യ ദൈവങ്ങൾ തൂക്കിയെടുത്തോണ്ടോ ആള് വേണം. ഈ ദൈവത്തെ കൊണ്ടോ ആള് വേണം. നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ജീവിക്കുന്നതും ഇരിക്കുന്നതും ചരിക്കുന്നതും അല്ല. കണ്ടോ, വ്യക്തമായിട്ട് എഴുതിക്കുന്നുണ്ടോ? അടുത്ത വരി. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന്
പറഞ്ഞിരിക്കുന്നു. ഇനി 5 മുതൽ വായിച്ച ശീലാസ് 18:5 മുതൽ കണ്ടോ. അപ്പൊ അപ്പോസ്തലന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. ആരൊക്കെ അംഗീകരിച്ചാലും ആരൊക്കെ കൊന്നെറിഞ്ഞാലും ഒരു കുഴപ്പമില്ല, രക്തം ചിന്തേരി വന്നാലും കുഴപ്പമില്ല, എന്തൊക്കെ പ്രശ്നം വന്നാലും കുഴപ്പമില്ല, ഞാൻ എന്റെ യേശുവിനായി രക്തസാക്ഷിയാകാനും ഒരുക്കമാണെന്നുള്ള ഒരു ഉറപ്പായിരുന്നു അപ്പോസ്തലനാകുന്ന പൗലോസിന്. അപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങളെ എന്റെ ദൈവത്തിലേക്ക് അപ്പോസ്തലൻ കൊണ്ടുവന്നിരുന്നു. ഒരു കൂട്ടം റിജക്ട് ചെയ്ത് പോകുമ്പോഴും ഒരു കൂട്ടം റിസീവ് ചെയ്ത് കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, റിജക്ഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാലും പേടിക്കേണ്ട, അവിടെ ഒന്നും മനസ്സ് തളരണ്ട. ഒരു സ്വത്രം ആ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വലിയൊരു സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. കൊയ്ത്ത് ഏറെയുണ്ട്, വേലക്കാര് ചുരുക്കം. ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ കൊയ്ത്ത് ഒരുപാടുണ്ട്. സത്യവചനം പറയാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വ്യക്തികളോട് പറയാനുണ്ട്. പക്ഷേ കൊയ്ത്ത് ഏറെയുണ്ട്, വേലക്കാര് ചുരുക്കം. ആരൊക്കെ അംഗീകരിച്ചാലും ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും പറയേണ്ടത് പോലെ എന്ത് ചെയ്യണം, പറയണം. ചിലപ്പോൾ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല. പിന്നെ സ്വർഗത്തിൽ പേരുള്ളവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. കർത്താവിന്റെ ലിസ്റ്റിലുള്ളവരെല്ലാം തക്ക സമയം സ്വർഗത്തിൽ എത്തുകയും ചെയ്യും. ലിസ്റ്റിൽ ഇല്ലാത്തവര് കീറ മുട്ടികളെ പോലെ എത്ര വാദനം കേട്ടാൽ നാളെ ആയിട്ട് മറ്റന്നാളായിട്ട് അടുത്ത ആഴ്ച പോകും. സ്വത്രം ഇവിടെ വിട്ട് പോകുന്നവരെ സ്നാനപ്പെടുകയില്ല, രക്ഷിക്കപ്പെടുകയില്ല, പള്ളി വരികയില്ല, മാനസാന്തരപ്പെടുകയില്ല, ജീവൻ പ്രാപിക്കുകയില്ല, അവസാനം നരകത്തിൽ പോകത്രേ ഉള്ളൂ. ദൈവത്തിന് സ്വത്രം. അനേകരുണ്ട് അവസരങ്ങൾ എല്ലാം എന്ത് ചെയ്യും, പാഴാക്കും. നമുക്ക് അവസരങ്ങൾ പാഴാക്കാതെ കർത്താവ് തരുന്ന അവസരങ്ങൾ താക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ നോക്കണ്ട, ദൈവത്തെ മാത്രം നോക്കണം. നമ്മൾ പ്രസാദിപ്പിക്കേണ്ട ആരെയാണ്? ദൈവത്തെ. കർത്താവായ യേശുക്രിസ്തുവിനെയാണ് പ്രസാദിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് നടക്കും. കർത്താവ് ഇരിക്കും, നമ്മുടെ ഭവനത്തിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ശത്രു അടച്ച വഴികളെല്ലാം തുറക്കും. ഭവനത്തിനകത്തൊരു സമാധാനം വരും, സ്വസ്ഥത വരും. നമ്മൾ കർത്താവിന്റെ മുന്നിൽ മുട്ടുമടക്കുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാ അംഗങ്ങളും ഒന്നൊന്നായിട്ട് വിടുവിക്കപ്പെട്ട് സമാധാനം കണ്ടെത്തും, സന്തോഷം കണ്ടെത്തും. അവരെല്ലാം യേശുവിനെ അറിയാൻ ഇടയായി തീരും. തീർന്നില്ല, യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ഇടയായി തീരും, തള്ളപ്പെടത്തില്ല. അവരെല്ലാവരും സ്വർഗത്തിൽ പോകാൻ ഇടയായി തീരും. അതിന് നമ്മൾ ഉറങ്ങിയിരുന്ന ഈ രക്തം നമ്മളോട് ചോദിക്കും. അതിനേക്കാൾ ഉറക്കത്തിൽ ഉണർന്നുകൊണ്ട് ദൈവവചനത്തിന്റെ വിറയലോടെ ഇരുന്നാൽ ഞാൻ പറയാം, വലിയ അത്ഭുതങ്ങൾ നമ്മളിലൂടെ നടക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. ശീലാസും തീമോഥെയോസും മക്കെദോന്യയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു. വചനഘോഷത്തിൽ എന്ത് പൂണ്ടു? ശുഷ്കാന്തി പൂണ്ട്. യേശു തന്നെ ക്രിസ്തു എന്ന്. ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാണ്. ഒരു കൂട്ടം വരെ എതിർ പറഞ്ഞ് ദുഷിച്ചു. ഇന്ന് നമ്മളങ്ങനെ നമ്മളിപ്പോ സംഗീതത്തിലുണ്ട്. ഒരു കൂട്ടം വരുന്ന് പറയും, എതിർ പറയും. ഒരു കൂട്ടം വരുന്ന് പറയും, ദുഷിക്കും. ഇത് രണ്ടും ഉണ്ടാവും. എതിർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അടുത്ത ദുഷിക്കുകയും ചെയ്യുകയാണ്. അവൻ വസ്ത്രം കുടഞ്ഞു. ഉടനെ അപ്പോസ്തലൻ വസ്ത്രം അങ്ങോട്ട് കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ. ഞാൻ സത്യവചനമാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങളുടെ നാശത്തിന് നേരത്തെ ഞാൻ വായിച്ചിട്ടില്ല. കേട്ടാലും കേൾക്കാനും അപ്പോസ്തലൻ പറഞ്ഞു. ആ രക്തത്തിന്റെ വില അപ്പോസ്തലൻ കൊടുക്കണോ? വേണ്ട, ഉള്ളതെല്ലാം പറഞ്ഞു. വസ്ത്രം കുടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ ജാതികളുടെ മനസ്സിലായി. ഞാൻ നിർമ്മലൻ. ഞാൻ അർത്ഥം എന്താ അർത്ഥം? 17 വായിച്ചു വന്നില്ലേ? എന്താ അർത്ഥം? ഉള്ളത് പോലെ ഒന്നും മറച്ചു വയ്ക്കാതെ സത്യ സുവിശേഷം ഞാൻ പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ശുശ്രൂഷിച്ചത്, ആഗ്രഹിച്ചിട്ടല്ല പ്രസംഗിച്ചത്, ആരെ ബുദ്ധി പറയാനല്ല. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഞാനോ നിർമ്മലൻ. നിങ്ങളിത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞാൻ വസ്ത്രങ്ങളെ കുടഞ്ഞ് ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നില്ല. കാരണം സ്വന്തം മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞാൽ അവ എന്ത് ചെയ്യും? ചവിട്ടി. ചില മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യും? ചവിട്ടി മേടിച്ചു കളയും, ചവിട്ടിക്കളയും. സത്യവചനമായിരിക്കും, ബൈബിളിൽ കാണും. എന്നാലും എന്ത് ചെയ്യില്ല. അത് ആരുടെ കൂടുതലുള്ള ലിസ്റ്റാണ്? പന്നികളുടെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മൃഗമാണല്ലേ പന്നി. സ്വന്തം പന്നികളുടെ കൂട്ടത്തിലുള്ളതാണ്. പഴയ നിയമത്തിലാണ് വെറുക്കപ്പെട്ടത്. പുതിയ നിയമത്തിലോ? പഴയ നിയമത്തിൽ പന്നിയൊന്നും കഴിക്കാൻ പാടില്ല. പുതിയ നിയമത്തിലോ പന്നി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തെന്ന് പറഞ്ഞു? പഴയ നിയമത്തിൽ പന്നി കഴിച്ചു. കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് വിലക്കപ്പെട്ട ആഹാര സാധനങ്ങൾ ഞാൻ ഒരുപാട് ദിവസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമം തിമോഥെയോസിൽ വരുമ്പോൾ സ്തോത്രത്തോടെ ഭക്ഷിക്കുമ്പോൾ എല്ലാം വിശുദ്ധമെന്ന്. പഴയ നിയമത്തിലും ഉണ്ട്, പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്തോത്രത്തോടെ ഭക്ഷിക്കാൻ. സ്തോത്രത്തോടെ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആഹാര സാധനമല്ല എന്താകും? വിശുദ്ധമാകും. വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ നിർമ്മലൻ, ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നില്ല. അടുത്ത വരി ഇവിടെ വായിച്ചു. ഇനിമേൽ ഞാൻ
ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ട് തീത്തോസ് യുത്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. പള്ളി പ്രമാണിയായി, പള്ളിയിലെ ഭയങ്കര പ്രമാണി. പക്ഷെ മറ്റൊരു തള്ളിക്കളഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ ക്രിസ്പോസ് എന്ത് ചെയ്തു? കുടുംബമായിട്ട് യേശു കർത്താവിന്റെ രക്ഷകനായി, പള്ളി പ്രമാണിയായിട്ട് രക്ഷകനായി സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിലെ പ്രമാണമൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ആളിന്റെ അകത്ത് ആരില്ല. നിക്കോദോമസിന്റെ അടുത്ത് അകത്ത് ആരില്ലായിരുന്നു യേശുവില്. അവസാനം യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുവാൻ. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് ആര് വീണ്ടും ജനം പ്രാപിച്ചു? നിക്കോദോമസ്. എങ്ങനെ മനസ്സിലായി? ഈ അടക്ക ശുശ്രൂഷയ്ക്ക് ആരാ കൂടെ പോയ എല്ലാ കാര്യങ്ങളും ചെയ്ത്? നിക്കോദോമസ്. ഹല്ലേലൂയ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ, ലാസ്റ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത് ആരാ? നിക്കോദോമസും ഉണ്ടായിരുന്നു. യോസഫിനോട് കൂടെ ആരുണ്ടായിരുന്നു? നിക്കോദോമസും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ ആ മനുഷ്യൻ അവിടെ ദൈവഭാഗത്ത് വീണു, ദൈവത്തിന്റെ വചന യഥാർത്ഥമായി സ്വീകരിച്ചു, കർത്താവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിച്ചു. ഇവിടെ അടുത്ത വാക്യം കൂടെ വായിച്ചു. സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. ഒരുപാട് എന്ത് ചെയ്തു? ഒരുപാട് സ്നാനം പറയുമ്പോൾ അവർ പറയും എനിക്ക് സ്നാനപ്പെടണം. സ്നാനം എന്ന് പറഞ്ഞാൽ മാസങ്ങൾ വർഷങ്ങൾ മാറ്റിവെച്ച് ചെയ്യേണ്ടതാണോ? പറഞ്ഞ് കേട്ട ഉടനെ അന്ന് സ്നാനപ്പെടേണ്ടതാണോ? ഉടനെ ചെയ്യണോ? ഒരു വർഷം അടുത്ത 2026 27 ചെയ്യണോ? അറിഞ്ഞ ഉടൻ ചെയ്യണതാണ് സ്നാനം. കാരണം അടുത്ത നിമിഷം നമ്മളിലേക്ക് എന്ത് ചെയ്യും? അപ്പൊ ചെയ്യരുത്. എന്തുകൊണ്ടാ? എനിക്ക് പാപം വിട്ടുവരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, പാപത്തോട് ടാറ്റ പറയാതെ ഇനി എനിക്ക് കുറച്ചും കൂടെ പാപം ചെയ്യുമെന്നുള്ള എന്റെ ജനത്തിന്റെ ഇഷ്ടമുണ്ട്. ഇനി ഈ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാനുള്ള താല്പര്യം കുറവുണ്ട്. ഇനി 5 ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഒരു വില കൽപ്പിക്കാത്തതിന്റെ കാര്യം കൊണ്ടാണ് ഇതെല്ലാം പുറകോട്ട് പോകുന്നത്. ഏത് കാര്യം നിങ്ങൾ നോക്ക്, ദൈവ വിഷയം പുറകോട്ട് പോകുമ്പോൾ ചിന്തിച്ചോ, ഇനിയും കുറച്ചും കൂടെ പാപം ചെയ്യാനുള്ള അക്രാന്തം കുറച്ച് ദൈവത്തിന് സ്വന്തം കുറച്ച് അക്രാന്തം നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കുടിച്ച് കണ്ടോ? ആഗ്രഹം, ദാഹം, കാണാനും കേൾക്കാനും ആ പാപം ചെയ്യാനുള്ള വെമ്പലാണ് നമ്മളെ പലപ്പോഴും സ്ഥാനപ്പെടാതെ രക്ഷയിലേക്ക് വരാതെ. മക്കളെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി, അത് നമ്മളെ മക്കളെ കൂടെ പാപത്തിൽ കൊണ്ടുപോകാനുള്ള വെമ്പലാണ്. എന്റെ മക്കൾക്കും ഇന്നെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ അർത്ഥം എന്റെ മക്കളും അതൊരു വെമ്പലോടെ പാപം ചെയ്തോട്ടെ എന്നല്ലേ അർത്ഥം. അങ്ങനെയല്ല, എന്തൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ലയോ അത് നമുക്കും വേണ്ട എന്ന് പറയാം. എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ് ഞാൻ പറയാം, നമ്മൾ ധന്യരായി. എന്തൊക്കെ അപ്പച്ച വേണമെന്ന് പറഞ്ഞോ അതിനായി ഞാൻ മുട്ടുമടക്കാൻ ഒരുക്കാണെന്ന് പറഞ്ഞ് ഒരുങ്ങുക മാത്രമല്ല, മുട്ടുമടക്കുക മാത്രമല്ല, അതിന് പ്രകാരം പോകുമ്പോൾ അവിടെ വിടുതൽ നടക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ 9-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം. വായിച്ചേക്കാം വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പ്രാർത്ഥിക്കുന്ന മകനെ, ദൈവം വിശ്വസ്തനാണ്. ഒരിടത്തും നമ്മളെ കൈവിടുക, എല്ലായിടത്തും നമ്മളെ കൂടെ ഇരിക്കും, നടത്തും. ദൈവത്തിൻ്റെ ഹിതം നമ്മളോട് ചെയ്യും. പക്ഷേ നിർമ്മല സുവിശേഷം നിർമ്മലമായി പറയുകയും നിർമ്മലമായി അംഗീകരിക്കുകയും നിർമ്മലമായി മുട്ടുമടക്കുകയും അരുതരുതാത്ത എല്ലാ വഴിയിൽ നിന്ന് ഓടി സ്വത്രം ശരി എന്ന് പറയുന്ന ക്രിസ്തുവിൽ, സത്യമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ കീഴടങ്ങി മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാത്രി, ഈ പകല് ദർശനത്താൽ നിറയ്ക്കാൻ ഈ ദൈവം മതിയാനാണ്. വിശ്വസ്തയോടെ നിൽക്കുന്നവൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങും. നിർമ്മലതയോടെ നിൽക്കുന്നവൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങും. നിന്റെ അടുക്കൽ ദൈവം ഇറങ്ങും. അടുത്ത വരി വായിച്ചേ, 9-ാം വാക്യം ഒന്നുകൂടെ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം. നീ എന്ത് ചെയ്യല്? ഭയപ്പെടരുത്, പ്രസംഗിക്കാം. അടുത്ത് മിണ്ടാതിരിക്കരുത്. 1 പ്രസംഗിക്കുക, 2 മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെ 3 ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, നിന്നെ ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. 4 കാര്യം പറഞ്ഞു മക്കളെ, നീ ഇത് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ട്, ഒരു കൂട്ടം ജനം ഇവിടെ ഉണ്ട്. നീ പ്രസംഗിച്ച് അവരെല്ലാം രക്ഷിക്കപ്പെടും. നീ പറഞ്ഞ് അവരെല്ലാം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. കള്ള രീതിയിലല്ല, ഒറിജിനലായിട്ട് രക്ഷിക്കപ്പെടും. നീ അതുകൊണ്ട് മിണ്ടാതിരിക്കല്ലേ. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചും കൊണ്ട് താമസിച്ചു. അവിടെ തങ്ങിക്കിടന്ന് അപ്പോസ്തല സുവിശേഷം പറഞ്ഞു.
ഇന്ന് ഇതിനകത്ത് നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ രാവും പകൽ എന്തോന്ന് സുവിശേഷം, എപ്പോൾ നോക്കിയാലും സുവിശേഷ പ്രസംഗം. എന്നെ ഏൽപ്പിച്ച് ചെയ്തേ. ഓ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച് ചെയ്തേ. ആര് വിളിച്ചാലും, ആര് പറഞ്ഞാലും, ആര് സംസാരിച്ചാലും എനിക്ക് പറയാൻ യേശുവിൻ്റെ സുവിശേഷം മാത്രമേ. ആര് വിളിച്ചാലും എനിക്ക് പറയാൻ എന്ത് മാത്രമേ ഉള്ളൂ? സുവിശേഷം മാത്രമേ പറയാവുള്ളൂ. കാരണം വിളി അങ്ങനെയാണ്, തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ആര് നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഓ, ഇനി ഈ പട്ടണത്തിൽ വളരെ ചെലവ് എനിക്ക് ഉണ്ട്.